കുട്ടനാടിൻ്റെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന കായലുകൾ ഗ്രാമീണതയുടെ വേറിട്ട അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ഈ കായൽ പരപ്പിലൂടെയുള്ള കലേഷിന്റെ യാത്ര വെറുതെയല്ല. ഇവിടെ നിന്നും 4 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചു വേണം മാണിക്യമംഗലം പാടശേഖരത്തിൽ എത്തിച്ചേരാൻ. കൊയ്ത്തിന്റെ സമയം അടുത്തു വരികയാണ്. ഇടയ്ക്ക് ബോട്ടിലെ യാത്രക്കാരോട് സൗഹൃദം പുതുക്കുന്നുണ്ട്. കൃഷിയും യൂട്യൂബും വായനയും കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ഈ യുവ കർഷകൻ കാലത്തിനൊപ്പം സഞ്ചരിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഈ മാണിക്യമംഗലം പാടശേഖരത്തിൽ 5 ഏക്കറിലായി രക്തശാലി, ബ്ലാക്ക് റൈസ്, ഡാബർശാലി എന്നീ നെൽവിത്തിനങ്ങളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കൃഷികളും കൃഷിരീതികളും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ, കുട്ടനാട്, കാവാലത്ത് കലേഷിന്റെ വീടും പരിസരവുമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ രീതിയിൽ പച്ചക്കറികൾ ഭംഗിയായി GI പൈപ്പ് കൊണ്ട് തട്ടുകളാക്കി അതിൽ ചട്ടികൾ നിരത്തിയും വലിയ ഡ്രമ്മുകളിലായി പഴവർഗ സസ്യങ്ങൾ നിരത്തിയുമുള്ള കൃഷിരീതിയാണിത്. തലമുറ മാറ്റത്തിൽ മണ്ണിനെയും കൃഷിയെയും പാടെ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന യുവതലമുറയെ കൃഷിയിലേക്ക് അടുപ്പിക്കുകയാണ് ഈ യുവ കർഷകൻ. മഴ പെയ്താൽ വീടിനുള്ളിൽ വരെ വെള്ളമെത്തുന്ന കുട്ടനാട്ടിൽ വർഷം മുഴുവൻ എങ്ങനെ കൃഷി ചെയ്യാമെന്ന ചിന്തയിൽ കിഴികെട്ടി കൃഷി ചെയ്യുന്ന പുതിയ ആശയവുമായി എത്തിയിരിക്കുകയാണ് കലേഷ്. ഇതിൽ വിജയം കണ്ടെത്തുകയും നല്ല രീതിയിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. സമ്പുഷ്ടീകരിച്ച മണ്ണും ചാണകപ്പൊടിയും ജൈവവളവും ചേർത്താണ് നടിയിൽ മിശ്രിതം തയ്യാറാക്കുന്നത്. കിഴിക്കൃഷിക്ക് വേണ്ടി നമുക്ക് എങ്ങനെ കിഴി തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു മെഷ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ കുറേ ഐറ്റംസ്, ഏകദേശം 2, 4, 6, 8, 9 കൂട്ടം പൊടികളാണ് ഇരിക്കുന്നത്. കാരണം നമ്മളൊരു കിഴി നിറയ്ക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇത് ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ കൂടുതൽ വർഷം റീയൂസ് ചെയ്യാനും വേണ്ടിയാണ് ഇത്രയധികം പൊടികൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത പിന്നെ എല്ലുപൊടി പിന്നെ കുറച്ച് ഐറ്റം സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത് രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് എല്ലുപൊടി മിശ്രിതമാണ്. കണ്ടോ? അപ്പോൾ ഇത് പശ്ചിമത്തെ കോട്ട് കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഞാൻ അതും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേപ്പൻ പിണ്ണാക്ക് 2 രീതിയിലേ ഉണ്ട്. അപ്പോൾ ഞാൻ 2 സൈസായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് പൊടി രൂപമാണ്. ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞ പോലെ ഇത് പൊടി അല്ലാത്ത രൂപമാണ്. അപ്പോൾ ഇത്ര ആഡ് ചെയ്തതിന് ശേഷം എപ്പോഴും നമ്മൾ തണലത്തിട്ട് മാത്രം ഉണങ്ങിയ ചാണകപ്പൊടി, അതായത് തണലത്തിട്ട് ഉണങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മജീവികൾ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതി ഇത് കണ്ടില്ലേ, തണലത്തിട്ട് കറക്റ്റ് ചാണകപ്പൊടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത്, അപ്പോൾ അതിനുശേഷം നമ്മൾ തയ്യാറാക്കുന്ന ഓരോ പൊടികളാണ് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വീതം ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പല കളറിലുള്ള പൊടികളുണ്ട്. അപ്പോൾ നമ്മൾ 2 പൊടിയാണ് ഇതിനകത്തോട്ട് ഓൾറെഡി ആഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ നോക്കുമ്പോൾ ഇത് കട്ടയോ കല്ലോ ഒന്നുമല്ല. കാരണം ഇതെല്ലാം പൊടിയുന്ന കല്ലുകളാണ്. ഇത് മണ്ണിൻ്റെ pH സ്റ്റെബിലൈസ് ചെയ്താണ് ഈ ഒരു രീതി ചെയ്തതുകൊണ്ടോ. ഈ ഒരു പൊടി നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് കല്ലല്ല, കണ്ടില്ലേ, ഇത് വെറും പൊടിയാണ്, കണ്ടോ. അപ്പം മണ്ണിൻ്റെ ഒരു pH നമ്മൾ കറക്റ്റ് രീതി സ്റ്റെബിലൈസ് ചെയ്താണ് മണ്ണ് ഉപയോഗിക്കുക. മണ്ണ് ഇങ്ങനെ അങ്ങോട്ട് ഇടുക, കണ്ടില്ലേ. അപ്പോൾ ഓരോ തവണ ഇടുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഓരോ പടക്കനുസരിച്ചാണ് നമ്മളിവിടെ ഇരിക്കുന്ന പോട്ടി മിശ്രം നമ്മൾ കറക്റ്റായ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അധിക നാളെ നിൽക്കാനും കൂടുതലായിട്ട് ഈൽഡ് ഉണ്ടാകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച്, അതായത് നമ്മൾ ഈ കിഴി കെട്ടി വരുമ്പോൾ ഏകദേശം ഒരു 3 കിലോ വരത്തുള്ളൂ. അതിനുള്ള വെയിറ്റ് വരത്തുള്ളൂ. ആ രീതിയിലാണ് നമ്മൾ കിഴി നിറയ്ക്കുന്നത്.
കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പടക്കിട്ട് ഇതുണ്ടോ ലാസ്റ്റ് കൂട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന കൃഷി രീതിയാണ്. പിന്നെ നമ്മൾ ഇതിനകത്തോണ്ട് കുറച്ച് പൊടികൾ മാത്രം ഒന്ന് ആഡ് ചെയ്യും. കാരണം ഏറ്റവും കൂടുതൽ റൂട്ട് ക്ലിയർ ആകാനും കീടരോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പൊടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഇത് കണ്ടില്ല ഇങ്ങനെ നോക്കിയതുണ്ടോ. അപ്പോൾ ഈ രീതി ഇത് കണ്ടോ ഇങ്ങനെ കെട്ടാനും എളുപ്പം. കാരണം സാധാരണ രീതി ഞാനിവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു 4 കിഴി വരെ ഞാനിവിടെ കെട്ടും. കാരണം നമുക്ക് കൃഷിക്ക് ആവശ്യമായ രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്തു പോകുന്നത്. ഇതുണ്ട്, ഇത് ചെയ്യാനും വളരെ സിമ്പിളാണ്. കണ്ടില്ലേ ഉണ്ടോ. ഈ രീതി ചെയ്ത് ഇതേ രീതി നല്ല കോട്ടിംഗ് ഉള്ളതാണ് നമ്മൾ എപ്പോഴും വള്ളി യൂസ് ചെയ്യുന്നത്. കാരണം വള്ളി സാധാരണ 2 രീതിയിലേ ഉണ്ട്. ആ 2 രീതിയുള്ള വള്ളിയല്ല, ഇച്ചിരിയും കൂടെ പവറുള്ള വള്ളി വേണം ഇതിനകത്ത് യൂസ് ചെയ്യാൻ. ഉണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് കൃഷി ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഈ രീതി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതായത് കണ്ടോ ഇതുപോലെ ഒരു കിഴി ഉണ്ടെങ്കിൽ നമുക്ക് വീട് നിറയെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് കെട്ടി, തീരെ വെയിറ്റ് കുറവ്. കണ്ടോ, സാധാരണ ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും നമുക്കിത് വീട്ടിൽ ചെയ്യാനും കൃഷി ചെയ്യാനും കൂടുതൽ സഹായിക്കും. കാരണം ഒരു കള പോലും കിളുക്കത്തില്ല എന്നതാണ് ഈ കിഴിക്കൃഷിയുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം. ഇതേ നമ്മൾ ഇതുപോലെ ചട്ടി അങ്ങ് വെച്ച് എന്നിട്ട് വേറെ സിമ്പിളാണ്. ഇതാ ഇപ്പം കണ്ടോണേ, ഇതാ ഇത് കിഴി നേരെ ഈ ചട്ടിയിലോട്ട് ഇറക്കി കേട്ടോ. ഇങ്ങനെ ഇറക്കിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഈ ഒരു കിഴി ഉണ്ടല്ലേ, ഈ കിഴി നമ്മൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഒരു പ്രശ്നമില്ല. ഇതിൻ്റെ ഈ കിഴി ഇങ്ങനെ അനങ്ങ് വെച്ച് കണ്ടോ. എന്നിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു ചെറിയ ഹോളാണ് ആവശ്യം. അതാ ഇങ്ങനെ ഇതുപോലെ ഹോൾ എടുക്കണം. തന്നെ ഇത് പിച്ചാത്തി ഇങ്ങോട്ട് വിടുക. കണ്ടോ, അതേ ഇങ്ങനെ കണ്ടിച്ചെടുക്കുക. അതാ കണ്ടോ, ഈ രീതി ചെറിയ ഹോള്. കണ്ടോ, വലിയ രീതി ഹോളൊന്നും വേണ്ട. ഇതുണ്ടോ, സിമ്പിൾ കേസിട്ടേ ഉള്ളൂ. ഇതാ ഇതുണ്ടോ, നമുക്ക് ഇതുപോലെ കമ്പുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ അങ്ങോട്ട് കമ്പെടുക്കുക. ഇതാ ഇത് കണ്ടോ, ഇപ്പോൾ ചെറിയൊരു ഹോളിടുക. കണ്ടോ, ഇപ്പോൾ ഈ ഹോളിട്ട് നമ്മൾ ചെയ്യേണ്ട ജലസേചനം അത്യാവശ്യമാണ്. അപ്പോൾ നല്ലപോലെ നനവ് കൊടുക്കണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഹോളിട്ട് ചെറിയ നനവിട്ട്, അപ്പോൾ സാധാരണ രീതി ഇങ്ങനെ നനച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് തൈ നടുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പം ഇതിനകത്ത് തൈകൾ നടുക. കണ്ടോ, ഇപ്പം കുറച്ചുകൂടെ ലൂസായി. നമ്മളിപ്പോൾ നടാൻ പോകുന്നത് സിറ ഇനത്തിൽപ്പെടുന്ന നമ്മുടെ തൈകളാണ്. കാരണം ഇത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഓരോ മുളകുകളിൽ ഓരോ വ്യത്യാസങ്ങളും പരാഗണം നടത്തുകയും കൂടുതൽ വിളവുണ്ടാക്കുന്ന രീതിയാണ് നമ്മുടെ ഒരു കിഴിക്കൃഷി രീതി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏകദേശം ഒരു 3 തൈയും എടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങോട്ട് എടുക്കുക. വളരെ സിമ്പിളാണ്. കണ്ടില്ലേ, ഇതാ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. എന്നിട്ട് ഇതിന് വേറെ നമ്മൾ മണ്ണോ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വെരി സിമ്പിളായിട്ട് നമ്മൾ ഇതിനകത്ത് മുളക് നട്ട്, അപ്പം നമുക്ക് ഇതിനകത്ത് ഒരു 2-3 ദിവസം ജലസേചനം നടത്തിയില്ലെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് കരിഞ്ഞു പോകാത്തിരുന്നിക്കും, കള കിളുക്കത്തില്ല. ഒരുപാട് ഗുണങ്ങളാണ് ഇതിനകത്ത്. പിന്നെ ഇതിനൊരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഇപ്പം നോക്കണം, നമ്മളിങ്ങനെ ഇത് ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ജലസേചനം എല്ലാം നടത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഈർപ്പം നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് കണ്ടോ, വെള്ളം ഇങ്ങനെ ഒലിച്ച് വന്നുകൊണ്ടേയിരിക്കും. കണ്ടോ, പെട്ടെന്ന് കണ്ടോ, കുറേശ്ശെ ഈർപ്പം. പിന്നീട് നമുക്ക് നേരെ ഡയറക്റ്റ് ചെടിച്ചട്ടിയിലോട്ട് വെക്കാം. ഈ കിഴിക്കൃഷിയുടെ ഫലം കലേഷിന്റെ അറയ്ക്കൽ വീടിന്റെ മട്ടുപ്പാവിലെ ചട്ടികളിൽ നിന്നും പന്തലിലേക്ക് പടർന്ന തക്കാളി കൃഷിയിൽ കാണാൻ കഴിയും. ചുവന്ന് തുടുത്ത തക്കാളിപ്പഴങ്ങൾ ധാരാളമായി നിൽക്കുന്നുണ്ട് ഈ പന്തലിൽ. സാധാരണക്കാർക്കും ടെറസിൽ ചുരുങ്ങിയ സ്ഥലം ഉണ്ടായാലും നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാന്നുള്ള രീതി. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു കൃഷി രീതി എന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. ഏകദേശം 3/4 ഭാഗത്തോളം വിളവ് കഴിഞ്ഞിട്ടും വീണ്ടും നമുക്ക് ഈൽഡ് കിട്ടുന്നത്. ഈ തക്കാളി കൃഷി എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത തൈകൾ നട്ട് പിടിപ്പിച്ച ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ താഴെ കണ്ടു കഴിഞ്ഞ് ഇപ്പം മുളക് ചെയ്തിരിക്കുന്ന രീതിയുണ്ടോ. ഈ മുളക് ഇതെല്ലാം നമ്മൾ ചെയ്ത് 5 വർഷമായ കിഴികളാണ്. അപ്പോൾ ഈ കിഴികളെല്ലാം നമുക്ക് എപ്പം വേണ്ടും ഏത് സമയത്തും നമുക്കിതാ ഇതുപോലെ പൊക്കിയെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇതിനകത്ത് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് ഇപ്പുറയിലോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എല്ലാം മുളകിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ്. അപ്പം ഒരുപാട് ആൾക്കാർ ഓർക്കും ഈ മുളക് എന്താണ് ഇങ്ങനെ പഴുക്കാനിട്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് വീണ്ടും നമ്മൾ സീഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളെല്ലാം കാണിച്ചെങ്കിലും നമ്മൾ മുളക് പരിചയപ്പെടുത്തിയില്ല. മുളക് നല്ല ഗ്രോത്താണ്, നല്ല ലെന്തിയാണ്. ഇതാ ഇങ്ങനെ എടുക്കാം. കണ്ടില്ലേ, ഉണ്ടോ, ഇങ്ങനെ കുരുങ്ങുവേ ഇടയ്ക്ക് കയറി. ഇതാ ഇങ്ങനെ നമുക്ക് മുളക് എടുക്കാം. കണ്ടോ, മുളക് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ വെക്കാം. ഇതൊക്കെ ഒരു സാധാരണ വീട്ടുകാർക്കൊക്കെ വളരെ ചുരുങ്ങിയ സ്ഥലമുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ വിളവ് കിട്ടുന്ന രീതിയാണ് ഈ ഒരു കൃഷി രീതി. അത് ഞാൻ ഓരോന്നോരോന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ കിഴി നമ്മൾ ഡയറക്റ്റ്
ഇങ്ങനെ എടുത്ത് ഇതാ ഇങ്ങനെ വെക്കാം. കണ്ടോ, ഇതൊക്കെ 5 വർഷമായ മെറ്റീരിയലോടാണ്. ഇപ്പോഴും നിങ്ങൾക്ക് മുളകോട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഉണ്ടല്ലോ നിറയെ മുളകുകളായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ സ്ഥലമില്ലെങ്കിലും കുറഞ്ഞ സ്ഥലം ഉണ്ടെങ്കിലും കൂടുതൽ വിളവും ഉൽപ്പാദനങ്ങളും ഉണ്ടാക്കാനാണ് ഈ കിഴിക്കൃഷിയുടെ പ്രത്യേകത. ഞാനിപ്പോൾ 5 വർഷം കഴിഞ്ഞ് 2 മാസം കൂടെ കഴിഞ്ഞ് ഈ കിഴിക്കൃഷി തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ചുറ്റും നോക്കിയാൽ അറിയാം, ഒരു കള പോലും കിളുക്കാതെ ചെയ്യുന്നതാണ് ഈ ഒരു കൃഷി രീതി. കണ്ടില്ലേ? തക്കാളി മാത്രമല്ല, ക്യാബേജും കോളിഫ്ലവറും പച്ചമുളകും വഴുതനയും വിവിധ ഇനം ചീരകളുമെല്ലാം ഈ കൃഷിരീതിയിലൂടെ നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നതായി കാണാൻ കഴിയും. കൃഷി ചെയ്യുവാൻ സ്ഥലവും സമയവുമില്ലാത്തവർക്ക് തീർച്ചയായും പരീക്ഷിക്കാവുന്ന കൃഷിരീതിയാണിത്. ഒരു കിഴി തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. ഒരു തവണ ജലസേചനം നടത്തിയാൽ 2-3 ദിവസം കഴിഞ്ഞു മതി അടുത്ത നനയ്ക്കൽ. കിഴികൾ പല ചട്ടിയിലേക്ക് മാറ്റിവയ്ക്കാനും വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇത് നമ്മൾ 90 ദിവസമായ കിഴിക്കൃഷിയുടെ റിസൾട്ടാണ്. ഇത് നമ്മുടെ കാബേജാണ്. നമ്മുടെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കിത് ഏത് സമയത്ത് വേണേലും ഇത് പൊക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് കണ്ടോ, അപ്പം നിസ്സാരമായിട്ടൊരു ചട്ടിയാണ്, നിസ്സാരമായിട്ട് നമ്മൾ കിഴിയിൽ ചെയ്ത റിസൾട്ടാണ്. ഇത് സാധാരണ വട്ടവളയിലോ അതുപോലെ തന്നെ ഊട്ടിയിലോ ഒന്നും അല്ല ഇത് കൃഷി ചെയ്യുന്നത്. ഇത് നമ്മുടെ കുട്ടനാട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നല്ല രീതിയിൽ ഗ്രോത്ത്. പ്രത്യേകിച്ച് ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ, ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കിഴി കൃഷി ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് സൂക്ഷ്മജീവികൾ ധാരാളമായിട്ട്, ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇത് കണ്ടില്ലേ, ഇപ്പം ഇതിനകത്ത് മണ്ണിര ധാരാളമായിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രോട്ടീൻ മിശ്രിതമാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് ഒരു കള പോലും കിളുക്കാത്ത രീതിയിലാണ് ഈ കൃഷി നല്ല രീതിയിൽ വിജയിച്ചിരിക്കുന്നത്. അപ്പം കണ്ടോ, ഇത് നമുക്ക് വേണേൽ തിരിച്ച് ഏത് സാധാരണക്കാർക്കും കൃഷി ചെയ്യാവുന്ന രീതിയാണ്. ഇതുപോലൊരു ചട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ചട്ടിക്കകത്ത് കൂടുതലായിട്ടുള്ള ഗുണങ്ങൾ ഇത് ഈ ഒരു കിഴിയുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം തന്നെ നമുക്ക് ഈ ചട്ടിയിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ലേ, ധാരാളമായിട്ട് ഇതിനകത്ത് മണ്ണിരകളാണ് ഉണ്ടായി വരുന്നത്. കാരണം ഇതൊരു രാസവളവും ഇല്ല, ഒരു രാസവള കീടനാശിനി ഉപയോഗിക്കുകയാണ് കൃഷി. നമുക്ക് തിരിച്ച് റിട്ടേൺ ഇതുപോലെ വളരെ എളുപ്പത്തിൽ വെക്കാം. കാരണം കണ്ടില്ലേ, വളരെ എളുപ്പമാണ് ഇങ്ങനെ കൃഷി ചെയ്യാനായിട്ട്. അപ്പം ഇത് ടെറസിലാണേലും ഒരു വീട്ടുമുറ്റത്താണെങ്കിലും ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിലും ഇനി സ്ഥലമില്ല എന്ന് ആരും പറയണ്ട, കൃഷി ചെയ്യാനായിട്ട് ഒരു ചെറിയ മനസ്സ് മാത്രം മതി. അതായത് കണ്ടില്ലേ, ഇത് റിസൾട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം നമ്മൾ ഇവിടുന്ന് 2 സൈസ് കാബേജാണ് ഇവിടുന്ന് അങ്ങേയറ്റം വരെ ചെയ്തിരിക്കുന്നത്. യാതൊരുവിധ രാസവളങ്ങളും ഈ കൃഷിരീതിക്ക് ഉപയോഗിക്കാറില്ല. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ചെടികളുടെ വളർച്ചയ്ക്കും പൂക്കലിനും കായ്ഫലത്തിനുമായി ജൈവവളമായ ഫിഷ് അമിനോ ആസിഡ് ദിവസവും രാവിലെ 5 ml വീതം ഓരോ ചെടിക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ മികച്ച ജൈവവളം കലേഷ് വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. കിഴിക്കൃഷിക്കൊപ്പം തന്നെ വീടിനോട് ചേർന്ന് മത്സ്യ ഉൽപാദനത്തിനും ജലസേചനത്തിനുമായി ഒരു പ്രകൃതിദത്ത കുളം ഇവിടെയുണ്ട്. തിലാപ്പിയ, രോഹു, കട്ല, വാള, അനാബസ് എന്നീ വിവിധ ഇനങ്ങളിലുള്ള 20,000-ഓളം മത്സ്യങ്ങൾ ഈ കുളത്തിൽ വളരുന്നുണ്ട്. വളർന്നുവരുന്ന കുട്ടികളിൽ കാർഷിക സംസ്കാരം ഊട്ടിയുറപ്പിക്കാനും കൃഷി നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന സന്ദേശത്തോടെ ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ കുട്ടികൾക്കായി താൻ ഉൽപ്പാദിപ്പിച്ചെടുത്ത വിവിധതരം പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുകയും കൃഷി രീതികളെക്കുറിച്ചും നടീലിനെക്കുറിച്ചും കലേഷ് പരിശീലനം നൽകാറുമുണ്ട്. പ്രധാന അധ്യാപിക വിനീത ടീച്ചർക്കൊപ്പം കലേഷിന്റെ എല്ലാവിധ പിന്തുണയും ഈ കൃഷിരീതിക്ക് ലഭിക്കുന്നുണ്ട്. കർഷകരുടെ മക്കളാണ് മിക്കവരും ഈ സ്കൂളിൽ. മത്സ്യത്തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന കുടുംബത്തിന്റെ പ്രതിനിധികളാണ് ഈ സ്കൂളിൽ വരുന്ന ഓരോ കുഞ്ഞുങ്ങളും. അപ്പൊ അവരെ കൃഷിയുടെ നല്ല പാഠങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും അവരുടെ ജീവനോപാധിയായി ഭാവിയില്
ഒരു തൊഴില് മണ്ണറിഞ്ഞ് ജീവിക്കാൻ അവനെ പഠിപ്പിക്കുന്നതിലേക്കായി കൃഷി എന്നൊരാശയം ഞങ്ങൾ ഈ സ്കൂളിൽ വർഷങ്ങളായിട്ട് നടത്തി വരുന്നുണ്ട്. ഇപ്പൊ 3 വർഷമായിട്ട് അത് വളരെ വിജയകരമായ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കുട്ടികളും PTA എല്ലാം എനിക്ക് അതിന് പരിപൂർണ പിന്തുണ നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ കലേഷ് കമൽ എന്ന ജൈവ കർഷകന്റെ പരിപൂർണമായ പിന്തുണയോടുകൂടിയാണ് ഞാൻ ഈ ഗ്രോ ബാഗുകളിലും ഈ കിഴി പോലെയുള്ള സാധനങ്ങളിലും ഒക്കെ വെള്ളത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് കൃഷിയിലേക്ക് മണ്ണിൽ നട്ടുവെച്ചാൽ വെള്ളപ്പൊക്കം ഞങ്ങളെ പരാജയപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ഗ്രോ ബാഗിലൂടെയുള്ള കൃഷിയും, കഴിഞ്ഞ വർഷം ഞങ്ങള് ചെണ്ടുമല്ലി വളരെ വിപുലമായിട്ട് വിളവെടുത്ത് അതുകൊണ്ട് തന്നെ ഓണം ആഘോഷിച്ചു. അപ്പൊ ഈ വർഷം ഞങ്ങളൊന്ന് ചുവട് മാറ്റി അന്യം നിന്നു പോകുന്ന 3 ഇനം നെൽവിത്തുകളെ കരനെൽ കൃഷിയായി ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. ഡാബർശാലി, രക്തശാലി, ബ്ലാക്ക് റൈസ് 3 ഇനം നെല്ലുകൾ ഞങ്ങളുടെ പരിമിതമായ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു. അതിപ്പോ വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുകയാണ്. അവയുടെ കുട്ടികൾ തന്നെയാണ് അവയെ പരിപാലിക്കുന്നത്. എന്നാലും എനിക്ക് കൃഷി വളരെ ഇഷ്ടമാണ്. എൻ്റെ അധ്യാപകരും ഇവിടുത്തെ PTA എല്ലാം ഞങ്ങൾക്ക് ഇതിനുള്ള, അതിനോടൊപ്പം തന്നെ കലേഷിന്റെ ഒരു പരിപൂർണമായ സഹകരണമാണ് ഞങ്ങളെ ഇതില്. കലേഷിന്റെ ഈ കിഴിക്കൃഷി കാണുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും കിഴികൾ വാങ്ങുവാനും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരാറുമുണ്ട്. എപ്പോഴും വ്യത്യസ്തങ്ങളായ കൃഷി രീതികൾ അവലംബിച്ച് അതിൽ വിജയം കണ്ടെത്തുന്ന ഒരു കർഷകനാണ് കലേഷ്. അതിൻ്റെ എല്ലാവിധ വിജയത്തിലും കാവാലം കൃഷിഭവന്റെ പിന്തുണയും കലേഷിന് ലഭിച്ചിട്ടുണ്ട്. കുട്ടനാട് എന്ന് പറഞ്ഞാൽ നെൽകൃഷിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കാർഷിക മേഖലയാണ്. അതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കാവാലം പഞ്ചായത്തിൽ തന്നെ ഒരു 1257 ഹെക്ടറോളം നെൽകൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ് കാവാലം പഞ്ചായത്ത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ കലേഷ് കമലിൻ്റെ ഫീൽഡിലാണ്. അദ്ദേഹം നെൽകൃഷിയോടൊപ്പം തന്നെ അദ്ദേഹത്തിന് 10 സെൻറ്റോളമാണ് സ്ഥലമുള്ളത്. അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. വീട് കഴിഞ്ഞാൽ വളരെ കുറച്ച് സ്ഥലം, പരിമിതമായ സ്ഥലമാണുള്ളത്. അതിനോടൊരു ചെറിയ സെൻറ്റ് മത്സ്യക്കുളവുണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഒരു ഏരിയയിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പച്ചക്കറി കൃഷി വളരെ നല്ല മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം കൃഷി ചെയ്തു വരുന്നുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു കൃഷി രീതി നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ തന്നെയാണ് ഈ കിഴിക്കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോട്ടി മിശ്രിതവും നിർമ്മിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫീൽഡ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. എല്ലാ വർഷവും എന്തെങ്കിലും ഒരു തരത്തിലൊരു വ്യത്യസ്തത അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ അദ്ദേഹം കൊണ്ടുവരാറുണ്ട്. ഈ പ്രാവശ്യം അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് കിഴിക്കൃഷി. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അദ്ദേഹത്തിന് കിഴിക്കൃഷി വിജയിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. 2023 സംസ്ഥാന സർക്കാരിന്റെ നൂതന കൃഷിരീതിക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കലേഷിന് ലഭിച്ചിട്ടുണ്ട്. കലേഷിന്റെ ഈ യാത്ര അവസാനിക്കുന്നില്ല. ഇനിയും പുതിയ പുതിയ ആശയങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു തന്നെ. കാർഷിക രംഗത്ത് നൂതനമായ കൃഷികളിലൂടെ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഈ യുവ കർഷകൻ.